ജനുവരി മാസം മുതൽ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല. ഇന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ പട്ടി അടുത്ത വാർഡിലാണ് കൊണ്ട് ഇടാറുള്ളത്. ഈ ഭരണസമിതിയിൽ ഒന്നും നടക്കുന്നില്ല. പറയും പോലെ തെരുവുനായ ശല്യം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ശല്യം നമുക്ക് വളരെ നമ്മുടെ വാർഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ചോദിച്ചത് എന്തിനാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് മേയർ ഓരോ കാര്യവും അക്കമിട്ട് നിരത്തിയിരുന്നു. അതായത് ഈ 6 മാസത്തിനുള്ളിൽ മേയർ VV രാജേഷും ഭരണസമിതിയിലുള്ള മറ്റ് അംഗങ്ങളും എന്തൊക്കെയാണ് നഗരസഭാ പരിധിക്കുള്ളിൽ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നെല്ലാം തന്നെ എണ്ണിപ്പറഞ്ഞിരുന്നു. തെരുവുനായ ശല്യം മുതൽ ഈ അനധികൃത കെട്ടിടം പണിതത് മുതലുള്ള എല്ലാ വിഷയങ്ങളും മേയർ VV രാജേഷ് എണ്ണിപ്പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ വാർഡുകളിലും, അതായത് 101 വാർഡുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നിലവിലിപ്പോൾ UDFിൻ്റെ വാർഡ് കൗൺസിലറായ ഷീബ പാട്രിക് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. അവരുടെ വാർഡിലെ തെരുവുനായ ശല്യം പൂർണ്ണമായും മാറ്റാൻ മേയർക്ക് സാധിച്ചിട്ടില്ല. നാളെ നീളെ എന്നാണ് പറയുന്നത് എന്നാണ് കൗൺസിലർ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അവിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. 6 മാസമായിട്ട് ഇവിടെ യാതൊന്നും തന്നെ നടക്കുന്നില്ല. ഞങ്ങൾ കൗൺസിലർമാരുടെ അടുത്താണ് നാട്ടിലെ ഓരോ കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ നാട്ടിൽ എന്ന് നടക്കുന്നതിന് ഒരു അവിശ്വാസം കൊണ്ടുവരണമല്ലോ. 6 മാസമായി പട്ടികളെ പിടിക്കുന്നില്ല, പുല്ലുകൾ വെട്ടുന്നില്ല, പടർച്ചപ്പനികൾ വ്യാപിക്കുന്നു. നമ്മുടെ നഗരസഭയിൽ 8 മാസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുത്ത യാതൊരു പെൻഷനും കൗൺസിലിലോട്ട് പാസ്സാവുന്നില്ല. ഒരു 2-3 കിലോയുള്ള അജണ്ടകൾ വരുന്നതല്ലാതെ വേറെ അതിലൊന്നും കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. കോൺഗ്രസിൻ്റെയും അതുകൂടാതെ CPMൻ്റെ ഒക്കെ കൗൺസിലർമാർ മേയറോട് എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുമ്പോൾ, അതായത് വാർഡുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്താണ് പ്രതികരണം? എല്ലാ മേയർ സ്ഥാനത്തും ചെയർമാൻ സ്ഥാനത്തും ഇരിക്കുന്നവരെല്ലാവരും ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ശംഖും വാർഡ് പ്രതിനിധീകരിക്കുന്ന ആളാണ്. എൻ്റെ കയ്യിൽ വീഡിയോ ഉൾപ്പെടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇന്നലെ എനിക്കൊരാൾ അയച്ചു തന്ന വീഡിയോ ഞാനിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. മേയർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല. ജനുവരി മാസം മുതൽ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല. പക്ഷേ മേയർ ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വിളിച്ചാലടക്കം, ചാനലുകാർ വിളിച്ചാലടക്കം ഉടൻ തന്നെ ഡോഗ് സ്ക്വാഡിനെ പിന്നെ വരുന്നതാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. എനിക്ക് നാട്ടുകാർ അയച്ചു തന്ന വീഡിയോ ആണ്. ശംഖുമുഖം പ്രദേശത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പട്ടിശല്യം കഴിഞ്ഞ ഭരണസമിതി, അതായത് 2015 കാലഘട്ടത്തിൽ VK പ്രശാന്ത് ഇരുന്ന സമയത്ത് തന്നെ ABC വാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ കൊണ്ടുവന്നു. പക്ഷേ ആ വാക്സിൻ കൊടുത്തതിന് ശേഷം പട്ടികൾ കൂടുതൽ, അതായത് പട്ടികളുടെ ജനസംഖ്യ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ABC വാക്സിനേഷൻ വന്നത്. പക്ഷേ അത് എടുത്തതിന് ശേഷം പട്ടികൾ കൂടുതൽ പ്രസവിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നി തുടങ്ങിയത്. ആ വാക്സിനേഷൻ തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഇന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ പട്ടി അടുത്ത വാർഡിലാണ് കൊണ്ട് ഇടാറുള്ളത്. അതായത് പരിഹരിക്കാമെന്ന് പറയും, പക്ഷേ ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. അത് ഒരു ജനപ്രതിനിധി എന്നുള്ളപ്പം പരിഹരിക്കാമെന്നുള്ള വാക്ക് പ്രായോഗികമാണല്ലോ. അത് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിശ്വാസത്തിൻ്റെ ആവശ്യം എന്താണ്? ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, അതായത് വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വാദമാണ് മേയർ പറയുന്നത്. അല്ല, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഭരണസമിതിയിൽ ഒന്നും നടക്കുന്നില്ല. പറയും പോലെ തെരുവുനായ ശല്യം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ശല്യം നമുക്ക് വളരെ നമ്മുടെ വാർഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ പാർട്ടിപരമായി നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുത്തേ പറ്റൂ. വാർഡിലും ഈ പ്രശ്നമുണ്ട്. അതെ, തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്, നമ്മുടെ വാർഡിലും ഉണ്ട്. മേയറോട് പറയുമ്പോൾ എന്താണ്? മേയറോട് പറയും. പക്ഷേ ഇതുപോലെ തന്നെ കുറച്ച് പട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ അതിൽ കൂടുതലായി കൊണ്ട് തിരിച്ച് വാർഡിൽ വിടുന്ന ആ ഒരു സംവിധാനം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ABC ചെയ്ത് തിരിച്ച് വാർഡിൽ വിടുന്ന ഒരു സംവിധാനം മാത്രമേ ഇപ്പോഴും നിലവിൽ ഉള്ളൂ. അതായത് പൂർണ്ണ പരിഹാരമോ? അല്ല, പൂർണ്ണ പരിഹാരം ആയിട്ടില്ല. വലിയതുറ കൗൺസിലറായ ഷീബ പാട്രിക് ആണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്, അതായത് ഈ വലിയതുറയിലും പരിസരത്തും വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യമാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നം മേയർ VV രാജേഷിനെ അറിയിച്ചു എങ്കിലും ഇതുവരെയും പരിഹാരം കാണുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഷീബ പാട്രിക്
മികച്ച കൗൺസിലറായി തിരഞ്ഞെടുത്ത ആളാണ്. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് അർഹയായ ഒരു വാർഡ് കൗൺസിലർ കൂടിയാണ്. അവരാണ് നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മേയർ വി രാജേഷിനെ ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ മേയർ പറയുന്നത്, അതായത് നാളെ ശരിയാക്കാം, ഇന്ന് ശരിയാക്കാം എന്നൊക്കെയാണ് എന്നാണ് കൗൺസിലറായ ഷീബ പാട്രിക് ഇപ്പോൾ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.